നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അറബ് നാട്ടിൽ മരണമടയുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന അഷ്റഫ് താമരശ്ശേരിയുടെ ജീവിതം മുൻപും ചർച്ചയായിട്ടുണ്ട്. അങ്ങനെയുള്ള തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഹൃദയം പൊള്ളിക്കുന്ന അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം. ഗൾഫ് രാജ്യങ്ങളിൽ വളരെയധികം കഷ്ടപ്പാടുകളും യാതനകളും ഒക്കെ അനുഭവിച്ചാണ് പ്രവാസികൾ തൊഴിലെടുക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഓരോ തുകയും സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും തികയുന്നുണ്ടോ എന്ന് നോക്കാതെ നാട്ടിലുള്ള തന്റെ കുടുംബങ്ങൾക്ക് അയക്കുന്നവരാണ് ഒട്ടുമിക്ക പ്രവാസികളും. ഇപ്പോൾ അത്തരത്തിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഗൾഫിൽ മരണപ്പെട്ട പ്രവാസിയുടെ മൃതദേഹത്തോട് അദ്ദേഹത്തിന്റെ കുടുംബം കാട്ടിയ അനാദരവ് ചൂണ്ടിക്കാട്ടി അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ്. ജീവിതത്തിന്റെ നല്ല ഭാഗം കുടുംബത്തിനായി മരുഭൂമിയിൽ ചെലവിട്ട പ്രവാസിയോട് മരണശേഷം കുടുംബം കാട്ടിയ ക്രൂരതയാണ് അദ്ദേഹം കുറിപ്പിലൂടെ പറയുന്നത്. ആ മൃതദേഹം കെട്ടിയൊരുക്കി ഇങ്ങോട്ട് വിടേണ്ടെന്ന ഭാര്യയുടെയും 2 മക്കളുടെയും മറുപടി കേട്ട് പകച്ചുപോയെന്ന് അഷ്റഫ് താമരശ്ശേരി പറയുന്നു. ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഒരു പ്രവാസിയുടെ യഥാർത്ഥ ജീവിത സത്യം തുറന്നു പറഞ്ഞത്. ഭർത്താവിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ ഭാര്യയെക്കുറിച്ചും 2 മക്കളെക്കുറിച്ചുമാണ് തനിക്കിന്ന് പറയേണ്ടി വരുന്നത് എന്ന ആമുഖത്തോടെയാണ് അദ്ദേഹം ഈ കുറിപ്പ് ആരംഭിക്കുന്നത്. ഭർത്താവിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ ഭാര്യയെക്കുറിച്ചും 2 മക്കളെക്കുറിച്ചുമാണ് എനിക്കിന്ന് പറയേണ്ടി വരുന്നത്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അയാളുടെ നിർജീവമായ ദേഹത്തെ ഭൂമിയിൽ മറവു ചെയ്യുക എന്നത് കുടുംബത്തിന്റെ കടമയാണ്. കുടുംബം ഇല്ലാത്തവരുടെ ചുമതല സമൂഹം ഏറ്റെടുക്കുന്നു. അയാൾ വന്നിട്ട് 5 വർഷം കഴിഞ്ഞിരുന്നു. പല കാരണങ്ങളെ കൊണ്ടും യാത്ര നീട്ടിവെക്കുകയായിരുന്നു. പതിറ്റാണ്ടുകളോളം സ്വന്തം കുടുംബത്തിനു വേണ്ടി ചുട്ടുപൊള്ളുന്ന വെയിലിൽ പണിയെടുത്ത് കിട്ടുന്നതിൽ നിന്നും സ്വന്തം ഭക്ഷണത്തിന് പോലും കാര്യമായി എടുക്കാതെ നാട്ടിലേക്ക് കൃത്യമായി അയാൾ പണം അയച്ചുകൊണ്ടിരുന്നു. മനോഹരമായ വീട് നിർമ്മിച്ചു. അയാളെ വീണ്ടും വീണ്ടും കടത്തിലാഴ്ത്തി. രാവും പകലും പണിയെടുത്ത് ആ പാവം കുഴങ്ങിയിരുന്നു. എന്തായാലും ഇന്നലെ അയാൾ തന്റെ 62-ാം വയസ്സിൽ പ്രവാസിയായി മരണപ്പെട്ടു. പതിവ് പോലെ അയാളുടെ കുടുംബത്തെ വിളിച്ച് മരണവിവരം ധരിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, മൃതദേഹം നാട്ടിലേക്ക് കെട്ടിയൊരുക്കി അയക്കേണ്ടെന്നും ഭാര്യയും മക്കളും ഒരേ സ്വരത്തിൽ ആവർത്തിച്ചു. പരേതരോടൊപ്പമുള്ള ജീവിതയാത്രയിലെ ഈ ആദ്യ അനുഭവം എന്റെ ഹൃദയത്തെ പൊള്ളിക്കുന്നതായിരുന്നു. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്നുപോയ നിമിഷം. എന്റെ കടമ എനിക്ക് നിർവഹിച്ചേ മതിയാകൂ. അയാളുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അവരെ വിവരങ്ങൾ ധരിപ്പിച്ചു. പിന്നീട് ഒട്ടേറെ ഫോൺ വിളികൾ. മൃതദേഹം തങ്ങൾക്ക് വേണ്ടെന്ന ഭാര്യ സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ടു കൊടുത്തു. ഭാര്യ നിഷേധിച്ച ഭർത്താവിന്റെ ദേഹത്തെ അവസാനം അയാളുടെ സഹോദരിയുടെ മക്കൾ ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. ദൈവം തന്റെ സൃഷ്ടികളിൽ കരുണയുള്ളവനാണ്. അയാൾക്ക് വേണ്ടി നന്മയുള്ള ചിലരെയെങ്കിലും നാട്ടിൽ ഒരുക്കി നിർത്താൻ ദൈവം മറന്നിരുന്നില്ല. മരണത്തോടെ അവശേഷിക്കുന്ന ശരീരത്തോട് ഒരാളും അനാദരവ് കാട്ടരുത്. അത് ഏത് ജീവിയുടേതായാലും. എങ്കിലേ നമുക്ക് മനുഷ്യനെന്ന് അഭിമാനിക്കാനാകും. നമുക്കും ഒരു ശരീരമുണ്ട്. നാളെ അതിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആർക്കും പറയാനാവില്ല. ഇനി ഒരാൾക്കും ഈ ഗതി വരാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.